നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്താലും അത് എന്റെ തലയിൽ തന്നെ ആവുകയും ചെയ്യും. പക്ഷേ നിധി സന്തോഷിക്കരുത്. എന്താ ഒരു വഴി? ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇതിലിടപെടുന്നത് ബുദ്ധിയല്ല. പിന്നെ ഒരു വഴിയേ ഉള്ളൂ. ആന്റി എന്താണ് ഈ പാതിരാത്രിയിൽ വിളിക്കുന്നത്? പ്രണവേ, പ്രണവേ. അല്ലെങ്കിൽ തന്നെ അടിച്ച് ഫിറ്റായി കിടക്കുന്നതിനൊക്കെ വിളിച്ചോണ്ടിട്ട് എന്ത് സാധിക്കാനാ? എന്തായാലും എടുത്തു നോക്കാം. ഹലോ ആന്റി, എന്തു പറ്റി നേരത്തെ? ഒന്നുമില്ല. നീ എവിടെ സുഖമായിട്ടിരിക്കുകയാണോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാ. സുഖവിവരം അന്വേഷിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് സമയം. മണി 12 അതെന്താ ഈ സമയത്ത് വിളിച്ചാ അത് സദാചാര വിരുദ്ധങ്ങാനും ആയി പോവോ? ഓ, ഒന്നും ഇല്ലായ ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ല, ആന്റി ചോദിച്ചില്ലേ സുഖമായിട്ടിരിക്കുന്നു? എന്ത് തോന്നുന്നു ആന്റിക്ക്? സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട് വല്ലവരുടെയും വീട്ടിൽ കഴിയുന്ന ഒരാളോട് സുഖാണോന്ന് ചോദിക്കുന്നത് പോലും അന്യായമല്ല ആന്റി. CKC അങ്കിളും ജ്യോതി ആന്റി ഒരു ദുർമുഖവും കാണിക്കാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ കഴിഞ്ഞു പോന്നു, അത്ര തന്നെ. എടീ, നിനക്കിങ്ങനെ വല്ലവരുടെയും വീട്ടിൽ അഭയാർത്ഥിയായിട്ട് കഴിയാനായിരിക്കും യോഗം. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയുമോ നിനക്ക്? നാളെ എന്താ പ്രത്യേകത? എടീ, നാളെ വാലന്റൈൻസ് ഡേ ആ. കുളക്കോഴിക്ക് എന്ത് വാവ് സംക്രാന്തി. വാലന്റൈൻസ് ഡേ ഒക്കെ വരുമ്പോ. പക്ഷേ ഇവിടെ ഒരു കാട്ടുകോഴി ഉണ്ടല്ലോ, അതിന്റെ കാര്യം അങ്ങനെയല്ല. ഗൗതമും നിധിയും കൂടി നാളെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാനായി ലവ് ലൈൻ എന്ന് പറയുന്ന റിസോർട്ടിലേക്ക് പോവാം. അതാണ് മോളെ യോഗം യോഗം എന്നൊക്കെ പറയുന്നത്. പെണ്ണുങ്ങളായാൽ നിധിയുടെ പോലെ തലവരയുമായിട്ട് ജനിക്കണം. ഒന്നിനും ഒരു കുറവുമില്ലാതെ ആഘോഷിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം. ഭാഗ്യം ചെയ്തവളാ അവള്. നാളെ അവരെ ആഘോഷിച്ച് തകർക്കും. എന്തുപറ്റി? ഞാൻ പറഞ്ഞത് കേട്ട് ഞെട്ടിപ്പോയോ നീ? ഞാനെന്തിനാ ഞെട്ടുന്നേ? അവള് റിസോർട്ടിൽ പോയ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുക എന്ത് വേണേലും ചെയ്തോട്ടെ. അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. എന്നാ ശരി, എനിക്ക് ഉറക്കം വരുന്നു. ശരി എന്നാ. ഏയ്, ഹലോ ഹലോ ശിവാനി, ഹലോ. ഇവക്കിതെന്തു പറ്റി? എല്ലാത്തിലും ഒരു വിരക്തിയാണല്ലോ. ഇനിയുള്ള സന്യാസം അങ്ങനെ സ്വീകരിക്കാൻ പോവാണോ? എവിടെ, എപ്പോ, എങ്ങനെ, അത് മാത്രം വേണം പറഞ്ഞാൽ മതി. കൃത്യമായി കാര്യം നടത്തിയിരിക്കും. നാളെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്, ലവ് ലൈൻ റിസോർട്ടിൽ വെച്ച്. ആ പരിപാടിയിൽ ഞാനും ഹസ്ബൻഡും ഉണ്ടാവും. രണ്ടെണ്ണത്തെയും തീർത്ത് കളയണം. ഇരി ചെവി അറിയുകയും ചെയ്യും, അല്ലേ മാഡം? യെസ്. ഒന്ന് ഗൗതം, മറ്റേതയാളുടെ ഭാര്യ നിധി. രണ്ടുപേരുടെയും ഫോട്ടോയും ഡീറ്റെയിൽസും ഞാൻ അയച്ചുതരാം. റിസോർട്ടിൽ അത്യാവശ്യം സഹായത്തിന് ഞാനും ഉണ്ടാവും. അല്ല മാഡം, ഇതൊരു കൊലപാതകമാണ്. എമൗണ്ട് ഒന്ന് മാറ്റി പിടിക്കേണ്ടി വരും. പഴയതുപോലെ ഒന്നും നടക്കില്ല. അഡ്വാൻസ് ഇല്ല. വെടിപ്പായിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർത്ത സിംഗിൾ എമൗണ്ട് ആയിട്ട് രൂപ 10 ലക്ഷം അക്കൗണ്ടിൽ എത്തിയിരിക്കും വിത്തിൻ മിനിറ്റ്സ്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പൊ എങ്ങനെയാണ് പ്ലാൻ? എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്, അത് ഞാൻ പറയാം. ഇനിയിപ്പോ അത് പോരാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നോക്കാം. മാഡത്തിന്റെ ഐഡിയ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. നമുക്ക് ആദ്യം അത് തന്നെ നോക്കാം. ഇത് ഓക്കെ അല്ലേ മാഡം? പിന്നെ 100% ഓക്കെയാണിത്. അപ്പൊ നമുക്ക് നാളെ ലവ് ലൈൻ റിസോർട്ടിൽ വെച്ച് കാണാം. നാളത്തെ വാലന്റൈൻസ് ഡേ ആഘോഷം കഴിഞ്ഞ് ഈശ്വരമംഗലം വീട്ടിലേക്ക് തിരികെ എത്തുന്നത്
ഗൗതമിന്റെ നിധിയുടെ ശവശരീരങ്ങളായിരിക്കണം. ഓക്കെ? ഓക്കെ ഡൺ.